നമ്മളിൽ പലർക്കുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റും സപ്പിളും മുഖം നല്ല ക്ലീൻ ആയിട്ടല്ലേ, നല്ല ക്ലിയർ ഒക്കെ ആയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കണം. പിന്നെ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് തിളക്കത്തോടെ ഇരിക്കണം അല്ലേ. അപ്പോൾ അതിനുള്ളൊരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. സ്കിൻ നല്ല ഹെൽത്തിയർ ആക്കി വെക്കൂട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വാവിൻ്റെ അലോവേറ ജെല്ലാണ്. ഇത് 99% പ്യുവർ ആയിട്ടുള്ള അലോവേറ ജെല്ലാണ് കേട്ടോ. നമുക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ ഈ ഒരു അലോവേറ ജെല്ല് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴ ലീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു പച്ചക്കളർ സംഭവം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ആ മഞ്ഞക്കറ പോലെ സംഭവമൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ട് ആ ഒരു ജെല്ല് മാത്രം ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഇത്തിരി ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. നാച്ചുറലായിട്ടുള്ള സാധനമാണെങ്കിൽ ചീത്തയായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അടുത്ത് ഞാനിവിടെ ചേർക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഞാൻ ഒരെണ്ണമായിട്ട് എടുത്തേക്കണം. ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലിലോട്ട് ഈ ഒരൊറ്റ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അലോവേറ ജെല്ലിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞില്ലല്ലോ, ഫസ്റ്റ് ശരിക്കും പറയേണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹെൽത്തിയർ ആക്കും, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും അല്ലേ. നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. മുഖത്ത് കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യും. അതേപോലെ നമ്മുടെ മുഖത്ത് ചുളിവുകളൊന്നും ഉണ്ടാവില്ല. പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ ഫെയ്ഡ് ചെയ്യും. നല്ല രീതിയിൽ സൺ ടാൻ കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വൈറ്റമിൻ ഇയും. നമുക്ക് സ്കിന്നിൽ ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ണിനടിയിലെ കറുപ്പൊക്കെ മാറാനാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് പ്രത്യേകം ഞാൻ പറയാനുള്ള കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്കിന്നിൽ ഏറ്റവും എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് അണ്ടർ ഐസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ചേർത്തത് റോസ് വാട്ടറാണ്. ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ നമ്മൾ അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ റോസ് വാട്ടർ ചേർക്കാം. റോസ് വാട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ക്ലെൻസറാണ്, നല്ലൊരു ടോണറാണ്. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ എക്സ്ട്രായിട്ടുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഫ്രഷും ഗ്ലോയിങ് ആയിട്ടും സപ്പിളായിട്ട് വെക്കാണെങ്കിൽ ഇത് സഹായിക്കും. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ എൻ്റെയൊക്കെ എല്ലാവരും ഗ്ലാസ് ബൗൾ ആയതുകൊണ്ടില്ലേ പൊട്ടിപ്പോകുന്നുള്ളൊരു പേടി അറിഞ്ഞാൽ ഇത്തിരി സ്ലോലി പതിയാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ കണ്ടെയ്നർ എന്തെങ്കിലുമൊക്കെയാണ് എടുത്തേക്കണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ. നല്ല ക്രീം രൂപത്തിൽ നമുക്ക് കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് പുറത്ത് തന്നെ വെക്കാം. നമുക്ക് ഡെയിലി മോർണിംഗും നൈറ്റ് ടൈമും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, നമുക്ക് 1 വീക്ക് വരെയൊക്കെ യൂസ് ചെയ്യാവേ. അപ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യണതിന് മുന്നേ ഫേസ് നല്ല രീതിയിൽ ക്ലീൻസ് ചെയ്യാം. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഫേസ് എൻ്റെ ക്ലീനാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ മേക്കപ്പ് എന്ന് പറയാനായിട്ട്, വേറെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കണ്ണെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ ഇതെങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒട്ടുന്ന രീതിയിൽ കണ്ടില്ലേ. കാരണം ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല സൂപ്പറാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാസ്കാണ്. നമുക്ക് ഫേസിൽ ഞാൻ പറഞ്ഞില്ലേ കണ്ണിനടിയിൽ വരെ യൂസ് ചെയ്യാം. കണ്ണിനടിയിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അടി വശമില്ലേ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ ഒരുപാട് ഫേസ് മാസ്ക് കാര്യങ്ങളൊന്നും നമ്മൾ കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു സംഭവം കണ്ണിനടിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാരുണ്ടാവും, അവർക്ക് എന്ത് യൂസ് ചെയ്യാൻ അലർജിയുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് കയ്യിലോ വല്ല അപ്ലൈ ചെയ്തൊക്കെ നോക്കട്ടോ, എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടാകുന്നത്. അപ്പം കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. മോർണിംഗും നൈറ്റ് ടൈമും യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് ഇപ്പോൾ നിങ്ങൾ രാവിലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നൈറ്റ് ടൈം യൂസ് ചെയ്യാം കേട്ടോ. നൈറ്റ് ടൈം ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാം. മോർണിംഗ് ടൈമിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ പഠിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടമ്മമാരായിക്കോട്ടെ അവർക്കൊക്കെ ഈ വർക്കും പണി അതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് രാവിലെ എത്ര ടൈം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ ഇതേപോലെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കൊറിയൻ സ്കിൻ കെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഫേഷ്യൽ മസാജ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് തന്നെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഡബിൾ ചിൻ ഉണ്ടാവുക, കവളില്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ കവൾ ഇടിഞ്ഞിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. നമ്മുടെ മുഖത്തെ ചുളിവുകൾ ഇതൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാറ്റാൻ പറ്റും. എനിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ചിൻ ഉണ്ട് ചെറിയ രീതിയിൽ കേട്ടോ, വലിയതായിട്ടില്ല എങ്കിലും ചെറിയ രീതിയിലുണ്ട്. അപ്പം
അതിന് വേണ്ടി ഇതേപോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ കണ്ണിനടിയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു ജെല്ല് ആക്കി കൊടുക്കാൻ നല്ലതാണ്. കണ്ണിനടിയിലെ ചുളിവുകൾ, തടിപ്പ്, അതേപോലെ കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ ഫെയ്ഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ കവിൾ ഇടിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനടിയിൽ ഒരുപാട് ചുളിവ് വരുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി സൂക്ഷിച്ച് അധികം പൊക്കി കൊടുക്കണ്ട. കാരണം നമ്മുടെ ആ കണ്ണിൻ്റെ സൈഡിൽ ചിലപ്പോൾ ചുളിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിലാക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്താൽ മതി. അപ്പോൾ ഡബിൾ ചിൻ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. നമുക്കിതൊരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതുള്ളൊരു ഗുണം ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഈ ഒരു ഇതില്ലേ ജെല്ലുണ്ടല്ലോ, ഇത് നമ്മുടെ ഫേസിലോട്ട് അബ്സോർബ് ആകും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് മസാജ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ മസിൽസൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണതുകൊണ്ട് ഫേസിന് തന്നെ ഒരു പ്രത്യേക ഷേപ്പ് കിട്ടും. നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ചുളിവുകളൊക്കെ മാറി സ്കിന്നൊന്ന് ടൈറ്റൺ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും കേട്ടോ. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈം എടുത്ത്, ഞാൻ ഇത്തിരി ടൈം എടുത്ത് തന്നെയാണ് ഇത് മസാജ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഫേഷ്യൽ മസാജിൻ്റെ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ ഞാൻ ചെയ്യണമെന്ന് കറക്റ്റ് അറിയില്ല. ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം എടുത്തിട്ടുണ്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാലേ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ ഉണ്ടാവരുത്, നമുക്ക് ഫേസിന് നല്ലൊരു ഷേപ്പ് കിട്ടുക. ഇപ്പോൾ നെറ്റിയിലൊക്കെ ചുളിവുകൾ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചിലവരുടെ എന്താ പറയുക ഡെയിലി നമ്മൾ കാണിക്കുന്ന കുറേ ഫേസ് കൊണ്ടുള്ള കാണിക്കുന്ന കുറേ കോപ്രായങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടാണ് കൂടുതലും നമുക്ക് നെറ്റിയിൽ ചുളിവുകൾ തന്നെ. ചിലവരുണ്ടാവില്ല ദേഷ്യം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ണും പിരികൊക്കെ ഇങ്ങനെ ചുളിക്കുന്നത്, അങ്ങനെയൊക്കെ ചുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കുന്ന നമ്മുടെ ഫേസ് കൊണ്ട് നമ്മൾ കാണിക്കുന്ന കുറേ എന്താ പറയുക ഗോഷ്ടികളൊക്കെ കൊണ്ട് നമുക്ക് ഫേസിൽ ചുളിവുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് ഗോഷ്ടികൾ കാണിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഞാൻ തോന്നിയിട്ടുണ്ട് കണ്ണിനടിയിൽ ചുളിവ് എനിക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചിമ്മി കാണിക്കില്ല, ചെറിയ കണ്ണ് പോലെ അങ്ങനെ കാണിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാണിച്ചാണ് കണ്ണിനവിടെ ചുളിവ് വന്നത്. അതേപോലെ നെറ്റിയിലും നമ്മൾ പിരികം കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു ഗോഷ്ടികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് നിർത്തണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മൾ 5-10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴല്ല നമ്മുടെ നമ്മൾ തേച്ച ആ ഒരു ജെല്ലുണ്ടല്ലോ നല്ല രീതിയിൽ ഫേസിലോട്ട് അബ്സോർബ് ആയിട്ടുണ്ടാവും. നന്നായിട്ട് ആ ജെല്ല് ഏറ്റവും അവസാനം നമുക്ക് മസാജ് ചെയ്യാണ്ട് ആ ഒരു ഫേസിൽ ആ ഒരു ഓയിൽനെസ്സേ ഉണ്ടാവില്ല. ആ ഒരു സമയത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചുണ്ടിന് വേണ്ടി ചെയ്യുന്ന ഞാൻ ഇതിൽ കണ്ടതാണ്, യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. ചുണ്ടും ഇങ്ങനെ പ്ലം ആയിട്ടിരിക്കണ ഇത്തിരി ഇങ്ങനെ എടുത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മസാജാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഇത്തിരി വലിയ ചുണ്ടാണ് എൻ്റെ, ഇത്തിരി എടുത്തറിയുന്ന ചുണ്ടാണ് എങ്കിലും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് എടുക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ നല്ല ക്ലീനും ക്ലിയറും നല്ലൊരു തിളക്കവും കിട്ടുന്നുണ്ട്. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലോയിങ്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ ഫേസിന് പ്രത്യേകിച്ച് നല്ലൊരു ഷേപ്പ് കിട്ടും. കണ്ടില്ലേ? ഈ ഒരു രീതിയിലൊക്കെ എന്തായാലും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രഷർ ചെയ്യുന്നുണ്ട് നമ്മൾ. ശരിക്കും ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു നെറ്റീൻ്റെ 2 സൈഡ് കണ്ടില്ലേ ചെറിയ രീതിയിൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഇത് എനിക്കറിയില്ല സംഭവം എന്താണെന്ന് ഇങ്ങനെ ചെയ്യുന്നത്. യോഗയിലൊക്കെ ഉള്ളതാണെന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഇത്തിരി ചെയ്യാൻ ഈസി അല്ലേ. കണ്ടില്ലേ? നിങ്ങൾ നോക്കിയിട്ട് എന്താ പറയുക ഒന്നല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഇതേ രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു ഫേസ് മസാജിൻ്റെ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും നിങ്ങൾ നല്ല രീതിയിൽ ഫേസ് മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ കവിളിലൊക്കെ ചെയ്യുക. ഒരിക്കലും താഴോട്ട് ചെയ്യരുത്, മേളിലോട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യണമെന്ന് ആവശ്യമില്ല. നമുക്ക് കിടന്നുറങ്ങാം. പിറ്റേ ദിവസം രാവിലെ സാധാരണ പോലെ ഫേസ് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്തറിയിക്കുക. ബൈ.